നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന. വടക്കൻ ഗാസയിലെ ജബാലിയ, ഖാൻ യൂനിസ് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പാലസ്തീൻ അനുകൂല മാധ്യമമായ അൽ ജസീറ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 13 സാധാരണക്കാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങളാണ് അൽ ജസീറ നൽകുന്നത്. കൊല്ലപ്പെട്ടവരിൽ 3 കുട്ടികൾ അടങ്ങുന്നുവെന്നുള്ള വിവരവും പുറത്തു വരികയാണ്. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നിരന്തരം ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വലിയ പരാതിയാണ് പാലസ്തീൻ ഉന്നയിക്കുന്നത്. 22 പേർ ഈ ഇത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച് 8 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് റഫയിലും വടക്കൻ ഗാസയിലുമടക്കം ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നത്. ഇസ്രായേലിനോട് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രായേലിന് മേൽ അമേരിക്ക ശക്തമായ സമ്മർദ്ദം വരുന്നതിനിടയിലാണ് റഫയിലും വടക്കൻ ഗാസയിലുമടക്കം കൂടുതൽ ശക്തമായ യുദ്ധം നടത്തിക്കൊണ്ട് ഇസ്രായേൽ അതിന് മറുപടി നൽകുന്നത്. ഗാസയിലെ ഒരു പ്രദേശത്തും ഹമാസിന്റെ ഭരണം അനുവദിക്കില്ല, ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ യോ ഗാലന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് ഇസ്രായേലിന് മേൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. അതേസമയം ഹമാസിന്റെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കില്ല എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുകയാണ്. 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിനാണ് ഇപ്പോൾ അമേരിക്കയും ഖത്തറുമടക്കമുള്ള രാജ്യങ്ങൾ ഇടനിലക്കാരായിക്കൊണ്ട് രൂപം നൽകിയിരിക്കുന്നത്. 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിനായി പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന എന്നുള്ളത് കരാറിൽ ഏർപ്പെടണമെങ്കിൽ ഞങ്ങളുടെ ബന്ദികളെ മുഴുവൻ പൂർണ്ണമായും വിട്ടു നൽകണം. ഇതാണ് പ്രധാനമായും നേരത്തെ മുതൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. എന്നാൽ കരാറിൽ ഏർപ്പെട്ട ശേഷം ആദ്യഘട്ടത്തിൽ ഒരു ബാച്ച് ബന്ദികളെ വിടാമെന്നും അതിന് മറുപടിയായി പാലസ്തീനികൾ, ഇസ്രായേൽ ജയിലിലുള്ള പാലസ്തീനികളെ വിട്ടയക്കണമെന്നും അതിനുശേഷം 2ാം ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ദികളെ വിട്ടയക്കാമെന്നുമാണ് ഹമാസ് മുന്നോട്ട് വച്ചിട്ടുള്ള ഹമാസിന്റെ നിബന്ധന. എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കടുത്ത സമ്മർദ്ദം അമേരിക്ക അടക്കം ചെലുത്തുമ്പോഴും ഇസ്രായേലിനുള്ളിലുള്ള പ്രതിപക്ഷ പാർട്ടികളടക്കം ഇസ്രായേൽ ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് തന്നെ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടത്തിലെ 2 മന്ത്രിമാർ തന്നെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഭരണ തലവന്മാരോട് ആവശ്യപ്പെട്ടു, ഒരു കാരണവശാലും ഇനി ഒരു വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പുവയ്ക്കരുത്, ഇനിയൊരു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകരുത്. ഈ ആദ്യഘട്ടത്തിൽ ഒരു തവണ വെടിനിർത്തൽ കരാറിന്റെ മറവിൽ ഇസ്രായേലിനെ വഞ്ചിക്കുകയായിരുന്നു ഹമാസ് ചെയ്തത്. ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല. അതുമാത്രമല്ല, കരാർ ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ. അതുമാത്രവുമല്ല, അങ്ങനെ 4 ആഴ്ചക്കാലം നീണ്ടുനിന്ന 11 ദിവസത്തോളം നീണ്ടുനിന്ന ആ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഹമാസ് വലിയ തോതിൽ ആയുധങ്ങൾ ശേഖരിച്ചിട്ട് പിന്നീട് ഇസ്രായേലിനെ ആക്രമിക്കാനായി അത് ഉപയോഗിച്ചു. അതുമാത്രവുമല്ല, ഈ വെടിനിർത്തൽ കരാർ കാലാവധിയിലാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ പൂർണ്ണമായും ഇസ്രായേലിന് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ആദ്യത്തെ വെടിനിർത്തൽ കരാർ. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാറിന് കൂടി ഇസ്രായേൽ അംഗീകാരം കൊടുക്കരുത്, കരാറിൽ ഏർപ്പെടരുത് എന്ന് ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രക്ഷോഭവും വലിയ ആവശ്യവുമുണ്ട്. എന്നാൽ മറുഭാഗത്ത് ബന്ദികളുടെ ബന്ധുക്കളും അവരോടൊപ്പമുള്ളവരും ചേർന്ന് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭവും നടത്തുകയാണ്. കാരണം ബന്ദികളെ മോചിപ്പിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. യുദ്ധം ആരംഭിച്ചിട്ട് 8 മാസമാകുന്നു, ബന്ദികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഹമാസിന്റെ സാന്നിധ്യം റഫയിലും ഗാസയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഈ യുദ്ധം അനന്തമായി തുടരുകയാണെങ്കിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും. എന്തുകൊണ്ടാണ് ഇത്രയും കാലത്തിനിടയിൽ ഈ ബന്ദികൾ രക്ഷിക്കാൻ പേരുകെട്ട ഇസ്രായേലി സൈന്യത്തിന് കഴിയാത്തത് എന്ന ചോദ്യം അവർ തന്നെ ഉന്നയിക്കുന്നു. ഇതിന് കൃത്യമായൊരു മറുപടി ഇസ്രായേലി ഭരണകൂടം നൽകുന്നില്ല. അതേസമയം ഇസ്രായേലിന്റെ സർക്കാരിന്റെ നിലപാട് സുവ്യക്തമായി അവർ പറയുകയും ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് വരെ യുദ്ധം അവസാനിപ്പിക്കില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക പറയുന്നതിന്റെ കാരണം
നിരവധി സിവിലിയന്മാർ, സാധാരണക്കാർ കൊല്ലപ്പെടുന്നു. ആ സാധാരണക്കാർ ഇങ്ങനെ കൊല്ലപ്പെട്ട് പോവുകയാണെങ്കിൽ അത് മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതിയായി മാറും. അത് ഒരിക്കലും സംഭവിക്കരുത് എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക പറയുന്നത് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ. എന്നാൽ ഇസ്രായേൽ അതിന് നൽകുന്ന മറുപടി സാധാരണക്കാരായ സിവിലിയന്മാരെ പരമാവധി ഒഴിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു. അത് റഫേൽ നിന്ന് ഇപ്പോൾ ഏകദേശം 10.5 ലക്ഷത്തോളം ആളുകൾ ഇതിനകം തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ പലായനം ചെയ്യുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലുമൊക്കെയോ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റഫയിലും ഗാസയിലുമൊക്കെ അവിടുത്തെ ജനത. അപ്പോൾ ഇത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മറ്റ് ചില ഇടങ്ങളിലേക്ക് മാറാൻ അവരോട് ആവശ്യപ്പെടുന്നത്. അവർ ഗാസയിലെ ജനങ്ങളെ അല്ലെങ്കിൽ റഫയിലെ ജനങ്ങളെ മാറ്റിയ ശേഷമാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നത്. എന്നാൽ പ്രശ്നം മറ്റൊന്നാണ്. എപ്പോഴും എല്ലാ കാലത്തും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കവചമാക്കിക്കൊണ്ടാണ് ഈ ഹമാസിന്റെ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. എല്ലാ കാലത്തും അത് അങ്ങനെയായിരുന്നു. ഹമാസിന്റെ പ്രവർത്തനമൊക്കെ തന്നെ ഗാസയിലെ ആശുപത്രികൾക്ക് താഴെ, ഗാസയിലെ സ്കൂളുകൾക്ക് താഴെ, ഗാസയിലെ വൃദ്ധസദനങ്ങൾക്ക് താഴെ, ഗാസയിലെ സർക്കാർ ഓഫീസുകൾക്ക് താഴെ, അങ്ങനെ ജനനിബിഡമായ ഇടങ്ങളിൽ ജനങ്ങളെ മുഴുവൻ കവചമാക്കിക്കൊണ്ടാണ് ഹമാസ് എല്ലാ കാലത്തും തീവ്രവാദം നടത്തിയത്. റഫയിലും അത് തന്നെയാണ് അവസ്ഥ. റഫയിലെ 16 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളുടെ മറവിലാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നത്. അവിടേക്ക് ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും സിവിലിയന്മാർ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ സിവിലിയന്മാർ ഒഴിഞ്ഞു പോകണം. അത് നേരത്തെ ഇസ്രായേൽ പറഞ്ഞ കാര്യമാണ്. ഗാസയിലും അത് തന്നെയായിരുന്നു അവസ്ഥ. ഇസ്രായേൽ 2-3 ദിവസത്തെ സാവകാശം നൽകി. എന്നാൽ വലിയൊരു വിഭാഗം ഒഴിഞ്ഞുപോയെങ്കിലും ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും അവിടെ തമ്പടിച്ചിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അവരെ ഹമാസുകാരായി കണക്കാക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഹമാസുകാരല്ലെങ്കിൽ, അവർ ഹമാസുമായി ഒരു ബന്ധവുമില്ലാത്തവരെങ്കിൽ അവർ എന്തുകൊണ്ട് ഒഴിഞ്ഞു പോയില്ല? ഒഴിഞ്ഞു പോകാത്തവർ അവിടെ തമ്പടിച്ചിരിക്കുമ്പോഴാണ് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണത്തിൽ അവരും കൊല്ലപ്പെടുന്നത്. ഇത് ഇസ്രായേൽ നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ സിവിലിയന്മാരെ ഒഴിപ്പിക്കുന്നത് വരെ ആക്രമണം നടത്താതെ കാത്തിരിക്കാനാകില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഹമാസിനെതിരെയുള്ള നടപടി അനിവാര്യമാണ്. ആ നടപടി എത്രയും വേഗം പൂർത്തിയാക്കുക. അതായത് എത്രയും പെട്ടെന്ന് യുദ്ധം നടത്തി ഹമാസിനെ പൂർണ്ണമായും തീർത്ത ശേഷം ഞങ്ങൾക്ക് അടുത്ത ഗാസയെ പുനർനിർമ്മിക്കാനുണ്ട്. ഇനിയുള്ള യുദ്ധാനന്തരമുള്ള ഗാസ എന്ന് പറയുന്നത് ഒരിക്കലും ഇതുപോലെയാകില്ല, പഴയതുപോലെ ആകില്ല. യുദ്ധാനന്തരമുള്ള ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിനായിരിക്കുമെന്ന് ഇസ്രായേൽ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹമാസിന് അവിടെ തല പോലും അനക്കാൻ കഴിയില്ല. ഹമാസിന് അവിടെ ഒരു പുനരുജ്ജീവനം സാധ്യമാകാത്ത രീതിയിൽ ഗാസയെ വരിഞ്ഞു മുറുക്കും ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വെടിനിർത്തലിന് ശക്തമായ സമ്മർദ്ദം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈജിപ്റ്റ്, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതായത് ഇസ്രായേൽ നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്ന ആരോപണം ഉന്നയിക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഇസ്രായേൽ ബോധപൂർവം റഫയിലെയും ഗാസയിലെയും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് നിലവിൽ അറബ് രാജ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 ലക്ഷത്തോളം ആളുകൾ റഫയിൽ നിന്നും ഇതിനകം തന്നെ പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 38,000-ലധികം സാധാരണക്കാർ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെയും കണക്കുകൾ കൃത്യമല്ല. അൽ ജസീറയുടെ നിലപാടും അൽ ജസീറ ആരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതുമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അൽ ജസീറയുടെ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടുന്ന കണക്കുകളാണ് എന്ന ഇസ്രായേൽ വാദവുമുണ്ട്. എന്തായാലും പുറത്തു വരുന്ന കണക്കുകൾ ഇതൊക്കെയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. വടക്കൻ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ, ജബാലി അടക്കമുള്ള ഇടങ്ങളിൽ ആശുപത്രി കെട്ടിടങ്ങളിൽ ഹമാസിൻ്റെ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ റഫയിൽ സ്കൂൾ കെട്ടിടത്തിൽ ഹമാസിൻ്റെ ട്രെയിനിങ് ക്യാമ്പും അതുപോലെ ബേസ് ക്യാമ്പും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതൊക്കെ ആക്രമണത്തിൽ നശിപ്പിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, റഫയിലെ അവസാന ആശുപത്രിയും അടച്ചു എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ശക്തമായ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ റഫയിലെ അവസാനത്തെ ആശുപത്രിയും
ഭാഗികമായി മാത്രമേ ആശുപത്രി പ്രവർത്തിച്ചിരുന്നുള്ളൂ. ആ ആശുപത്രിയും ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. ഇനി വൈദ്യസഹായത്തിന് റഫയിൽ യാതൊരു സംവിധാനവുമില്ല എന്നുള്ള ഏറ്റവും വലിയ ദുരവസ്ഥയിലേക്കാണ് റഫ എത്തിച്ചേർന്നിരിക്കുന്നത്.